അമ്മ മാതാവിന് തിരുക്കുമാരന് മഹത്വമുണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് ജോസ്നി ജോസ്. ഞാൻ കോട്ടയത്ത് നിന്ന് വരുന്നു. ഇതെൻ്റെ സിസ്റ്ററാണ് ജോസ്മി ജോസ്. ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2023 മാർച്ച് മാസം 3-ാം തീയതി ആയിരുന്നു. ഞാൻ OET പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഉടമ്പടി എടുക്കണമെന്നുള്ള ആഗ്രഹം എനിക്ക് തോന്നിയത്. കാരണം ഞാൻ 2 തവണ OET എക്സാം എഴുതി. എനിക്ക് റീഡിങ്ങും ലിസണിങ്ങും എനിക്ക് എന്ത് ചെയ്താൽ കിട്ടുന്നില്ലായിരുന്നു. പക്ഷേ എൻ്റെ കൂട്ടത്തിൽ എക്സാം എഴുതിയ കുട്ടികളൊക്കെ OET പാസ്സായി. അവരൊക്കെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു എന്ന് കേട്ടപ്പോൾ എനിക്കും ഉടമ്പടി എടുക്കണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് മാർച്ച് 3-ാം തീയതി 2023 ഞാൻ ഉടമ്പടി എടുത്തു. അതിനുശേഷം മാർച്ച് 10-ാം തീയതി 2023 മാർച്ച് 10-ാം തീയതിയാണ് ഞാൻ എക്സാം എഴുതിയത്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ കൂടുതലായിട്ട് പ്രാർത്ഥനയിൽ തന്നെ ശ്രദ്ധ ചെലുത്തി. എല്ലാ ദിവസവും പള്ളിയിൽ പോവുകയും കൂടുതലായിട്ട് ദൈവത്തോട് അടുക്കുവാനും ജപമാല മുടക്കാതെ ചൊല്ലുവാനും ബൈബിള് വായിക്കുവാനും ഒക്കെ തുടങ്ങി. അതിനു മുൻപ് ഞാൻ OET എക്സാം എഴുതിയിരുന്നത് ക്ലാസ്സിലൊക്കെ പോയി അറ്റൻഡ് ചെയ്തതിന് ശേഷമായിരുന്നു ഞാൻ എഴുതിയത്. പക്ഷേ എനിക്ക് കിട്ടിയില്ല. ഉടമ്പടി എടുത്തതിൻ്റെ ആ ഒരു ബലത്തിൽ ഞാൻ സെൽഫ് പ്രിപ്പറേഷൻ നടത്തി ഞാൻ എഴുതിയ ആ ദിവസം ഞാൻ ഉടമ്പടി ഉപ്പും വിശുദ്ധ തൈലവും എല്ലാം ഉപയോഗിച്ചും, അതുപോലെ തന്നെ എല്ലാവരും പറയുന്നത് പോലെ ഉടമ്പടി ഉപ്പ് ഞാൻ എൻ്റെ എക്സാം സെൻറ്ററിൽ ആരും ചവിട്ടാത്ത ഒരു സ്ഥലത്ത് ഞാൻ അവിടെ വിതറുകയും ചെയ്തു. അതിനുശേഷം ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. റിസൾട്ട് വരുന്ന ദിവസം അന്നൊരു ചൊവ്വാഴ്ചയായിരുന്നു. ഞാനിവിടെ വീട്ടിലിരുന്ന് ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരുന്ന സമയത്തായിരുന്നു എനിക്ക് റിസൾട്ട് വന്നെന്നുള്ള മെയിൽ വന്നത്. ഉടമ്പടി ധ്യാനം കൂടിക്കതിന് ശേഷം ഞാൻ റിസൾട്ട് നോക്കിയപ്പോൾ എനിക്ക് OET പാസ്സായി. എനിക്ക് UK സ്കോർ കിട്ടി. അതിന് അമ്മ മാതാവിന് ഒരുപാട് നന്ദി പറയുന്നു. അതിനുശേഷം ഞാൻ UKയിലോട്ടുള്ള പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. അന്ന് വരെ ഞാൻ OET ഒക്കെ പ്രിപ്പയർ ചെയ്തിരുന്ന സമയത്ത് വരെ UK-ക്കാർ അറ്റ്ലീസ്റ്റ് ഫ്രഷേഴ്സിനെയൊക്കെ റിക്രൂട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിരുന്ന ഒരു സമയമായിരുന്നു. പക്ഷേ എനിക്ക് OET കിട്ടി. അതിന് ശേഷം ഫ്രഷേഴ്സിനെ അവർ റിക്രൂട്ട് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്തു. കാരണം ഞാൻ പഠിച്ച ഉടനെ തന്നെ ഞാൻ OET പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ എല്ലാ ഏജൻസിയോടും ചോദിച്ചപ്പോൾ അവരെല്ലാം പറയുന്നത് അറ്റ്ലീസ്റ്റ് 6 മന്തെങ്കിലും എക്സ്പീരിയൻസ് വേണമെന്നായിരുന്നു. പക്ഷേ എനിക്ക് അതില്ല. അപ്പോൾ അവർ വേറൊരു ഓപ്ഷൻ പറഞ്ഞത് നമുക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി പോകണം, അതല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല എന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ എനിക്ക് എന്തായാലും സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി പോകണ്ട. കാരണം എനിക്ക് ഈ OET റിസൾട്ട് തന്നത് എൻ്റെ അമ്മ മാതാവായതുകൊണ്ട് ഞാൻ എക്സ്പീരിയൻസിന് വേണ്ടി ഞാൻ പഠിച്ച കോളേജ് ഹോസ്പിറ്റലിൽ തന്നെ ജോയിൻ ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ഞാൻ അവിടെ പോകാൻ വേണ്ടി പ്രിപ്പയർ ചെയ്തിരുന്ന ആ തലേ ദിവസം എനിക്ക് നോർക്കയുടെ ഒരു മെയിൽ വരുവാണ്. ഒരു ഫ്രഷേഴ്സിനെ എടുക്കുന്ന ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, അതിൽ സെലക്ട് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു മെയിൽ തലേ ദിവസം രാത്രി എനിക്ക് വന്നു. പിന്നെ അതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നത് ക്യാൻസലായി. ഞാൻ ഇൻ്റർവ്യൂവിന് പോയി. അത് മെയ് മാസം 4-ാം തീയതി ആയിരുന്നു. അന്ന് ഞാൻ ഇൻ്റർവ്യൂവിന് പോയി. അത്രയും ദിവസം ഒരു ഫ്രഷേഴ്സിനെ എടുക്കത്തില്ലാത്ത ഒരു ഘട്ടത്തിൽ എനിക്ക് കിട്ടിയത് ഒരു ഡയറക്റ്റ് ഇൻ്റർവ്യൂ ആണ്. അതായത് UK-യിൽ നിന്ന് ആൾക്കാർ കൊച്ചി വന്ന് ഡയറക്റ്റായിട്ട് കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുന്ന ആ ഒരു ടൈമായിരുന്നു. എനിക്ക് ഡയറക്റ്റായിട്ട് ആ ഉള്ള ഇൻ്റർവ്യൂവിൽ എന്നെ സെലക്ട് ചെയ്യുകയും അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ കഴിഞ്ഞ് പിന്നെ ഞാൻ NMC അവിടുത്തെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് NMC അവിടുത്തെ രജിസ്ട്രേഷനെ കുറിച്ച് ഒന്നും അറിയത്തില്ലാതിരുന്ന എനിക്ക് അമ്മ മാതാവും ഈശോയും എനിക്ക് ധൈര്യം തന്ന് ഞാൻ തന്നെയാണ് അതെല്ലാം ചെയ്ത് എല്ലാ സ്റ്റേജും കംപ്ലീറ്റ് ചെയ്തത്. അതിനുശേഷം ഇവിടെ CBT ഞാൻ എടുത്തു. ഞാൻ ഏത് എക്സാമിന് പോകുമ്പോഴാണേലും ഞാൻ ഉപ്പ് അവിടെ വിതറുകയും അതുപോലെ തന്നെ വിശുദ്ധ തൈലവും ഉടമ്പടി ഉപ്പും അതുപോലെ തന്നെ വിശുദ്ധ തേനും ഞാൻ ഉപയോഗിച്ചിരുന്നു. അങ്ങനെ എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ CBTയും ക്ലിയറായി. അതിനുശേഷം ഇവിടുത്തെ എല്ലാ പ്രോസസ്സിങ്ങും കഴിഞ്ഞ് എനിക്ക് നവംബർ 2-ാം തീയതി UK-ക്ക് പോകാനുള്ള വിസ കിട്ടി. ഞാൻ അവിടെ ചെന്ന് പിന്നെയുള്ള എൻ്റെ കടമ്പയെന്ന് പറയുന്നത് ഓസ്കി ആയിരുന്നു. ഓസ്കി എന്നെ സംബന്ധിച്ച് എനിക്കതൊരു ബുദ്ധിമുട്ടായിരുന്നു. കാരണം എനിക്ക് ഓസ്കിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ലായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് അവിടെ ഒരു സഹായത്തിനായിട്ട് ആരും ഇല്ലായിരുന്നു. കൂട്ടത്തിലുള്ള എൻ്റെ പ്രായത്തിലുള്ള കുട്ടികളാണെങ്കിൽ പോലും അവരെല്ലാം സെയിം കോളേജിൽ നിന്ന് പഠിച്ചവരായിരുന്നത് കൊണ്ട് എനിക്കതൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടായി. എനിക്ക് ഭയങ്കര സ്ട്രെസ്സ് ഫീൽ ചെയ്തു. എൻ്റെ കൂട്ടത്തിൽ
ഞാൻ അമ്മ മാതാവിനെയും ഈശോയിനെയും മുറുക്കെ പിടിച്ച് പ്രാർത്ഥിച്ചു. അവിടെ ഞാൻ എല്ലാ ദിവസവും രാവിലെ ഓൺലൈനായിട്ട് വിശുദ്ധ കുർബാന കൂടുകയും വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് ഇവിടുത്തെ ഉടമ്പടി പ്രാർത്ഥനകളും എല്ലാം ഞാൻ ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചു. എനിക്ക് OETയുടെ ഡേറ്റ് കിട്ടിയിരുന്നത് നമ്മുടെ ഇവിടെ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഡിസംബർ 7-ാം തീയതി ആയിരുന്നു. അത് ഇവിടെ 2:30 എന്ന് പറയുന്നത് അവിടുത്തെ 9 മണിയാണ് രാവിലെ. ആ സമയത്ത് തന്നെയായിരുന്നു എൻ്റെ OSCE എക്സാം തുടങ്ങിയതും. അതുകൊണ്ട് മാതാവേ, സഞ്ചാരി മാതാവേ, എൻ്റെ കൂട്ടത്തിൽ വരണമേ എന്ന് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് OSCE അന്ന് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാനും അതിന് 2 ദിവസം കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് അതിൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാവാനും സാധിച്ചു. അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. പിന്നെ പ്രേക്ഷണ പ്രവർത്തനമായിട്ട് ഇവിടുന്ന് കിട്ടിയ ഉടമ്പടി പത്രം ഞാൻ എല്ലാ വീടുകളിലും എൻ്റെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഞാൻ കൊണ്ടു കൊടുക്കുകയും അതുപോലെ തന്നെ ഞാൻ ഫ്രഷസ് ആയതുകൊണ്ട് എൻ്റെ കൂട്ടത്തിലുള്ള കുട്ടികളൊക്കെ ഒരു അറ്റ്ലീസ്റ്റ് 6 മന്ത് എക്സ്പീരിയൻസ് ഉള്ള കുട്ടികളായിരുന്നു. ഞങ്ങൾക്ക് ഇൻടേക്കിന് ഒരു 6 മന്തെങ്കിലും ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് ജോലിക്ക് ഞാൻ പോയില്ല. പകരം ഞാൻ എൻ്റെ പള്ളികളിലെ പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ കാറ്റഗിസത്തിൽ പിള്ളേരെ പഠിപ്പിക്കാനും അതുപോലെ സ്കൂളിലെ കുട്ടികളെ പഠിപ്പിക്കാനും ഒക്കെ ആയിട്ട് ഞാൻ അവിടെ ആയിരുന്നു ആ സമയം മുഴുവനും ശ്രദ്ധ ചെലുത്തിയിരുന്നത്. അതിനുശേഷം ഞാൻ അവിടെ ചെന്ന് എൻ്റെ കൂട്ടത്തിലുള്ള എല്ലാ കുട്ടികളോടും എനിക്ക് കിട്ടിയ അനുഗ്രഹം ഞാൻ പറയാൻ ശ്രമിച്ചു. അതുപോലെ തന്നെ ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്തും 12 അവർ ഡ്യൂട്ടി ആണെങ്കിൽ പോലും എനിക്ക് ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുൻപും പോയി കഴിഞ്ഞും എനിക്ക് എല്ലാ ദിവസവും ഹാഫ് ആൻ അവർ ബൈബിൾ വായിക്കാനും അതുപോലെ തന്നെ കൊന്ത ചെല്ലാനുമുള്ള അനുഗ്രഹം അമ്മ മാതാവ് ഈശോയെ എനിക്ക് തന്നു. ഇത്രയെല്ലാം അനുഗ്രഹം തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. യെശയ്യാ 41:13 നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലതുകരം പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. ജോസ്നി ജോസ് എന്ന ഈ മകൾ വിദേശത്ത് പോകുന്നതിന് വേണ്ടിയുള്ള പരീക്ഷകൾ ഒരുങ്ങുന്നതും എഴുതുന്നതും വിജയിക്കുന്നതും അമ്മ മാതാവ് വളരെ സുരക്ഷിതമായി വിദേശത്ത് മകളെ അത്ഭുതകരമായി ജോലിയിലേക്ക് എത്തിക്കുന്നതുമാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. മകൾ പറയുന്നുണ്ട്, ഉടമ്പടി എടുത്ത് അതിൻ്റെ പരീക്ഷകളിലേക്കൊക്കെ പോകുമ്പോൾ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടാണ് മകൾ പോയിക്കൊണ്ടിരുന്നത്. നാട്ടിൽ നിന്ന് അത്യാവശ്യം കവർ ചെയ്യേണ്ട, ക്വാളിഫൈഡ് ആവേണ്ട എല്ലാ പരീക്ഷകളും വിജയിച്ച് പ്രോസസ്സിലേക്ക് പോകുമ്പോഴാണ് മകൾ ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുന്നത്. ഫ്രഷേഴ്സിനെ അവിടെ എടുക്കുന്നില്ല എന്നതാണ് മകൾ നേരിട്ട പ്രതിസന്ധി. ഒത്തിരി പേർ സാധാരണ പോലെ ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റുകളുണ്ടാക്കി, കള്ള സർട്ടിഫിക്കറ്റുകളുണ്ടാക്കി വിദേശത്ത് പോകുന്ന കാലമാണിത്. മകൾക്കും കിട്ടിയ ആദ്യത്തെ ഒരു നിർദ്ദേശം ഇതാണ്, നീ ഒരു വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക, എവിടെയെങ്കിലും ജോലി ചെയ്തിരുന്നതായിട്ട്, അതിന് പ്രകാരം നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം. ഇത് നമുക്ക് ലഭിക്കുന്ന, ഉടമ്പടിയിൽ എപ്പോഴും ലഭിക്കുന്ന പ്രലോഭനത്തിൻ്റെ സാഹചര്യങ്ങളാണ്. ഉടമ്പടിയിൽ നന്നായി ജീവിച്ചു പോകുമ്പോൾ ആരെങ്കിലും കൗശലവും എളുപ്പവഴിയുമായിട്ട് കൂടെ വരും. അത് നമ്മുടെ ഉടമ്പടിയെ ടെസ്റ്റ് ചെയ്യുന്ന അവസരങ്ങളായി നമ്മൾ തിരിച്ചറിയുന്നുണ്ടോ, അവിടെ നമ്മൾ എങ്ങനെയാണ് അവയെ നേരിടുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. മകൾ പറയുന്നുണ്ട്, അമ്മ മാതാവാണ് ഇത്രത്തോളം എന്നെ എത്തിച്ചതെങ്കിൽ ഇതിന് മുന്നോട്ടുള്ള യാത്രയിലും അമ്മ മാതാവിന് എന്നെ നയിക്കുവാൻ സാധിക്കും. അതുകൊണ്ട് ഒരു വ്യാജ സർട്ടിഫിക്കറ്റും ഞാൻ തയ്യാറാക്കില്ല, അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റോട് കൂടി ഞാൻ പോകുന്നില്ല എന്ന് തീരുമാനിച്ച് മകൾ പഠിച്ചെടുത്ത് തന്നെ ആ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിന് വേണ്ടി ചേരുവാനായിട്ട് തീരുമാനിക്കുന്നു. ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഉടമ്പടിയിൽ മക്കൾക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഉടമ്പടി പ്രകാരം എല്ലാ കാര്യവും ചെയ്തു പോകുമ്പോൾ ആരെങ്കിലും എന്ന് പറയുന്നു IVF ചെയ്യുന്ന, അതിന് പുറകെ പോയാൽ നിങ്ങൾ അത്ര നാളും ചെയ്ത ഉടമ്പടി ജീവിതം പാഴാവുകയാണ്. കാരണം നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കാതെ മറ്റ് കൗശല വഴികൾ, തെറ്റായ വഴികളിൽ ജീവിതത്തെ കൊടുക്കുകയാണ്. ജീവിതത്തിൽ കടബാധ്യതകളും കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നു, ക്ലേശങ്ങൾ ഏറെയുണ്ട്. അപ്പോൾ മറ്റാരെങ്കിലും പറയുന്നു, ഇങ്ങനെ ഒരു കബളിപ്പിക്കലിലൂടെ പണം നമുക്ക് സമ്പാദിക്കാമല്ലോ, അതുകൊണ്ട് ആ ഒരു വഴി തേടുന്ന, പിന്നെ ഉടമ്പടിക്ക് അതിൽ യാതൊരു സ്ഥാനവുമില്ല. ഓർക്കണമേ, ഉടമ്പടി വിശ്വസ്തതയുടെ ജീവിതമാണ്. ദൈവത്തിൻ്റെ തിരുമുമ്പിൽ ജീവിതത്തിൻ്റെ ഏതൊരവസ്ഥയിലും ഞാൻ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുമെന്ന്, ദൈവത്തിൻ്റെ കരബലത്തിലും ദൈവത്തിൻ്റെ സംരക്ഷണയിലും പൂർണ്ണമായി ആശ്രയിക്കുമെന്ന് നാം ദൈവത്തോട് കൊടുക്കുന്ന, അമ്മ മാതാവ് വഴി കൊടുക്കുന്ന ഒരു ഗൗരവമുള്ള ധാരണയാണ്
ഉടമ്പടി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഉടമ്പടി ജീവിതത്തിൽ നമ്മൾ പ്രലോഭന സാഹചര്യങ്ങളെ എങ്ങനെ തരണം ചെയ്യുന്നു എന്നത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ചില ബന്ധങ്ങളാവും ഉടമ്പടി എടുക്കുമ്പോൾ നമ്മളത് ഉപേക്ഷിക്കും. ഉടമ്പടി കുറച്ച് കഴിയുമ്പോൾ ഇത് ഉണ്ടാവത്തില്ല എന്ന് കരുതി വീണ്ടും നമ്മൾ അതിലേക്ക് ചെന്ന് വീഴുന്നു. ചില പാപാവസ്ഥകളാകും. ഉടമ്പടി എടുക്കുമ്പോൾ നാം അവ വെറുത്തുപേക്ഷിച്ചുവെന്ന് ആ ഉടമ്പടി പത്രത്തിൽ എഴുതി കൊടുക്കും. അല്പനാൾ കഴിയുമ്പോൾ ഇത് കുഴപ്പമുണ്ടാവില്ല എന്ന് കരുതി നാം വീണ്ടും പഴയ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകുന്നു. നിങ്ങൾ പഴയ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു രീതി ഉടമ്പടിയിൽ നിങ്ങൾ വെള്ളം ചേർക്കുമ്പോൾ, ഡൈല്യൂട്ട് ആക്കുമ്പോൾ ഓർക്കണമേ, അത് അനുഗ്രഹത്തിന് പകരം തടസ്സങ്ങൾ കൊണ്ടുവന്ന് ജീവിതത്തെ വീണ്ടും മൂടിക്കളയുന്നൊരവസ്ഥ നമുക്ക് കാണുവാൻ പറ്റും. ഈ മകളുടെ ഉടമ്പടി ജീവിതത്തിലെ ഏറ്റവും തെളിമയുള്ള, ഏറ്റവും ക്രൈസിസ് ഉള്ള സമയത്ത് അവൾ എടുത്തൊരു തീരുമാനമാണ്, ഒരു വ്യാജ സർട്ടിഫിക്കറ്റും ഞാൻ നിർമ്മിക്കില്ല, ഇത് അമ്മ മാതാവ് തന്നെ എന്നെ കരം പിടിച്ച് നയിക്കുമെന്ന്. അവൾ പിന്നീട് പറയുന്നത് എന്താണ്? ഫ്രഷേഴ്സിന് എടുക്കുവാൻ വേണ്ടി നോർക്ക വഴി UK നിന്നും ഇവിടെ ഇൻ്റർവ്യൂവിന് ആളെത്തി, കൊച്ചിയിലെത്തി. ഞാനതിൽ പങ്കെടുത്തു. ഫ്രഷറായി എന്നെ അവർ സെലക്ട് ചെയ്തു. ഞാനവിടെ ജോലിക്ക് എത്തപ്പെട്ടുവെന്ന്. പ്രിയമുള്ളവരെ, ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി ജീവിതത്തെ സമർപ്പിക്കുമെങ്കിൽ തക്ക സമയത്ത് അവിടുന്ന് നമ്മളെ ഉയർത്തിക്കൊള്ളും. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഈ മകൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കൃപാസന മാതാവിന് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.